ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ നടക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിയേക്കാണ്. എസ്വള വരെ പോവാണ് കേട്ടോ. അപ്പോൾ ഉമ്മാരെ ഞാൻ കുത്തി എണിപ്പിച്ചിട്ട് നേരത്തെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ ഇച്ചിരി നേരം വെളുത്തിട്ട് പോകാമെന്ന്. ഞങ്ങൾ എസ്വളവിൽ നടക്കാൻ വേണ്ടി പോവാ. ആ മിനിഞ്ഞാന്ന് കുഴപ്പമില്ല, ആള് പയ്യെ പിടിച്ച് നടക്കും. ആ എവിടെ പോകുന്നു? ആ അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അമ്മ വന്നിട്ടുണ്ട്. ആ എന്തോ അതെ 2 ദിവസം കഴിഞ്ഞ് പോവും. നല്ല തണുപ്പുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഇടുക്കി വീട്ടിൽ എത്രയും തണുപ്പില്ല. നിങ്ങൾ ഇടുക്കി വീട്ടിൽ രാവിലെ ഇറങ്ങണം. അയ്യോ മടുത്തു. അപ്പോൾ എന്തായാലും ഞങ്ങൾ വേഗം നടന്ന് എസ്വളവിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെയിൻ റോഡിലെത്തിയിട്ടുണ്ട്. നല്ല കാറ്റ്, തണുത്ത കാറ്റ്. കുളിച്ചിട്ട് നിൽക്കാണെങ്കിലും ശരിയാ, വെറുതെ വണ്ടി ഇടിച്ചാവണ്ട. എല്ലായിടത്തും വെള്ളം കയറി കിടക്കുവാണ് കേട്ടോ. ആ ഇത് മീനിട്ടേക്കുന്ന മീനിടാനാ തോന്നുന്നു. ആണോ? എന്നിട്ട് എന്താ വലയിടാത്ത? ഇടാൻ പോകുന്നുള്ളാവും. ഇട്ടെങ്കിൽ വലയിടുമല്ലോ. നല്ല കാറ്റുണ്ട് കേട്ടോ. നടന്ന് ഞങ്ങളിത് പകുതി എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ നടന്ന് നമ്മൾ എസ്വളം എത്തും. എസ്വളം എത്തി. നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. നന്ദലാണത്. മുള്ളുള്ള ഞങ്ങളിവിടെ അടുത്തല്ല, ഈ എക്സ്ചേഞ്ചിന്റെ അടുത്ത്. സുജിത്ത് നടക്കാൻ ഇറങ്ങിയതാ, ഞാൻ താമസിച്ചു പോയി. പോട്ടെ, ശരി എന്നാ. അങ്ങനെ നമ്മളിത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു ചേട്ടന് വല ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു. സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ വെള്ളം കെട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പോകുന്ന വെള്ളങ്ങളാണ് കേട്ടോ. പോകും മീൻസ് സഞ്ചാരികളെ കൊണ്ട് പോകുന്നതാണ്. അതൊക്കെ അവർ കയറും. അവരൊക്കെ എല്ലാം നമുക്ക് വെള്ളം ഓട്ടിക്കുന്ന ആളല്ല, അങ്ങനെ കയറും. വള്ളമല്ല ഇവിടെ കെട്ടിയിട്ടേക്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു രക്ഷയില്ല. ഓളം അടിക്കുന്ന വെള്ളം. അത് എണീറ്റ അവിടെ പോകുന്നില്ല. അതാ അടിപൊളിയായിട്ട് നല്ല വ്യൂ എന്ന് വെച്ചാൽ നല്ല വ്യൂ. വാപ്പാ അങ്ങോട്ട് ബസ് സ്റ്റാൻഡില്. ആ അത് തന്നെ, ഒരു കണക്കിന് അതുപോലെയാണല്ലോ.
നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും കട തുറക്കുമായിരിക്കും. അന്നേരം ഇവിടെ നിന്ന് ചായയും കുടിച്ചിട്ടാണ്. എപ്പിടി ഇருக்கு എൻ്റെ ഐഡിയ. ഇതുണ്ട് കയാക്ക്. അയ്യോ ഇതിലെങ്ങനെ പോടാ? ചെരുപ്പെടുത്ത് കൈ പിടിച്ചോണ്ട് പോകേണ്ട വരും. ശ്രീകുട്ടി സൈഡിൽ കൂടെ പോണേ. എടാ കണ്ടാ പേടിയാവും കേട്ടോ. എടാ ഇതിൽ സൈഡ് വരണേ. എനിക്കൊന്നാമത് നീന്താനും കൂടെ അറിഞ്ഞൂടാ. ഞങ്ങളിത് ചെരുപ്പൂരി കൈ പിടിച്ചു. ഇത് പിടിച്ചോനെ. എടാ ഇതൊന്ന് പിടിച്ചേടാ. ഇത് കയറ്റി വെക്കട്ടെ. പാൻറ് കയറ്റി വെച്ചില്ല ശരിയാവില്ല. സൈഡിലെ വരാളേ. പക്ഷെ നല്ല രസം കിട്ടും നടക്കാനായിട്ട്. ഒത്തിരി തിരക്കടാ ശ്രീകുട്ട. അങ്ങോട്ട് പോകണ്ട. ഒത്തിരി വെള്ളം കാണും. മതി മതി അത് തിരിഞ്ഞ് നടക്കണം. അങ്ങോട്ട് നടക്കും. പിള്ളേരങ്ങോട്ടാ പോണേന്ന് നടക്കും. ഒരു പേടിയാട്ടോ. ദേവൻ എന്നെ പിടിച്ച് നടക്കും. ഒരു പേടിയില്ല. ചെറിയൊരു ഭയം മാത്രം. ഇവിടെ വ്യൂ ആണ് കേട്ടോ. കുഞ്ചു കാണും. ദൈവമേ ഇത് ഒത്തിരി ഉണ്ട്. എടാ സൈഡിൽ കൂടെ പോടാ. സെന്ററിൽ കൂടെ പോടാ. ആ അവിടെ അതിലോ ഇച്ചിരി ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നീങ്ങാം. രാവിലെ എന്നാ കയാക്ക് പരിപാടി. എടാ ഇങ്ങോട്ട് ഇച്ചിരി നോക്കി നടക്കണേ. ഇവന് നീന്താനോ പറയടാ. ഒരു നീന്താനെന്ന് പറഞ്ഞൂടെ. ശ്രീകുട്ടൻ പോടാ. എടാ എടാ പയ്യ പോടാ. പേടിക്കാൻ എന്താ? റോട്ടിൽ കൂടെ അല്ലേ നടക്കുന്നത്. പയ്യ പോണേ. സെയിം വെള്ളം തന്നെ വീട്ടിലും കയറുന്നത്. അപ്പം അപ്പുറത്തുനിന്നൊരു ചെക്കൻ കൊച്ചാൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യത്തിൽ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇതേ ബോട്ട് രാവിലെ തന്നെ ബോട്ടിങ് ഉണ്ട് കേട്ടോ. വെള്ളം പൊക്കും. ഭയങ്കരമായിട്ടും തിര അടിച്ചു വരുന്നു കേട്ടോ. പക്ഷെ പേടിക്കാനൊന്നുമില്ല. എന്നാലും ചെറിയൊരു പേടി. പാലത്തിൽ കയറി കഴിഞ്ഞാൽ സൂപ്പറാ. അവിടെ കയറി നിൽക്കാം. അയ്യോ ഇങ്ങനെ നടക്കാൻ നല്ല ചൂട് പോലുണ്ട്. പക്ഷെ പൊക്കുമ്പോഴാണ് പൊണ്ടല്ലേ ഇങ്ങനെ. ഇവിടെ കൊട്ടവഞ്ചിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. കൊട്ടവഞ്ചി അങ്ങോട്ട് ഇവന് അപാര പേടിയ. കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. പിന്നെ കയാക്ക്, ബോട്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ എല്ലാവരും വരിക. നല്ല സുഖം. എടാ സൂക്ഷിച്ചോണേ. ദേവാ നീങ്ങി നട. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്തോ ചായക്കടയെന്ന് തോന്നുന്നു. ബോട്ടൊക്കെ പോയതാണ്. അത് മറിഞ്ഞു കിടക്കുന്നതാണോ അറിഞ്ഞൂടാ. എന്തായാലും ആ അടിപൊളി വ്യൂ ആണ് കേട്ടോ. കൂടെ നിൽക്കാം. വീഡിയോസൊക്കെ എടുക്കാം. അയ്യോ ശ്രീകുട്ടാ അവിടെ നില്ല്. എനിക്ക് പേടിയാ. എന്ത് രസമാണല്ലേ. അടിപൊളി വ്യൂ ആണ് കേട്ടോ. രക്ഷയില്ല. പാലത്തിന് മേളിൽ വന്നിട്ടുണ്ട്. ആഹ് എന്താ രസം എന്നറിയാം. ഒരു രക്ഷയില്ല. അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ. അത് കാറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നത്. തിരമാലകൾ കണ്ടോ വരുന്നത്. അപ്പം നമ്മൾ നടന്നു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പോവാ കമൺ. നമ്മൾ നേരെ ദേ ഇവിടെ ചെരുപ്പില്ലാണ്ട് തന്നെ
ചെരുപ്പുകൊണ്ട് പോകാൻ പറ്റത്തില്ല, എൻ്റെ ചെരുപ്പ് പൊട്ടും. എടാ ഇങ്ങോട്ട് നീങ്ങി നടക്കട്ടെ ദേവ. എന്തായാലും ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ. നല്ല അതെ നല്ലൊരു അയ്യോ ഒഴുക്കുന്നല്ല, ഇതിനെന്ത് പറയുന്ന തിരയാണ് കേട്ടോ. തിര എടാ എടാ വെള്ളം ഒഴിക്കില്ലടാ, നനഞ്ഞിരിക്കും. പേടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും പിടിച്ചേക്കോ. അതേപോലെ പേടിയായിട്ട് ഇവൻ പിടിച്ച ഒന്നും കാണത്ത പേടിച്ചിട്ട്. എടാ നമ്മള് റോട്ടിൽ കൂടെ അല്ലടാ നടക്കുന്നത്, പിന്നെ എന്തിനാണ് ദേവ പേടിക്കുന്നേ? ബോട്ട് വരുന്നുണ്ട് കേട്ടോ, അടിപൊളി. അപ്പൊ നമ്മളിതേ കുറച്ച് നേരം ഊഞ്ഞാലടങ്ങും, പൊട്ടിപ്പോതിരുന്നാ മതി ഊഞ്ഞാല്. ആടണ്ട, സേഫ് അല്ല. എടാ സൂക്ഷിച്ചിരിക്കണേ, പറയാൻ പറ്റത്തില്ല പൊട്ടുവന്ന്. ഞങ്ങൾ നേരെ ഒരു ചായക്കടയിൽ പോയി 3 ചായ. എടാ ഗൂഗിൾ പേ ഉണ്ടോന്ന് ആദ്യം ചോദിക്കുക കേട്ടോ. ഗൂഗിൾ പേ ഉണ്ടോ? ചായ 3 എന്താ വീടല്ലേ? തെറ്റ് കേട്ടോ. അതെ സ്ത്രീകൂട്ടൊന്ന് ഊഞ്ഞാലാടുന്നു. ദേവൻ അവിടെ ഇരിക്കുന്നു. പയ്യെ ആ വീടില്ലേ ദേവനാടേടാ, ദേവന് പേടിയായിട്ട്. ചായ കുടിച്ചിട്ട് വരാടാ വേട. ദേവനാട ഇടാടാ അങ്ങോട്ട് പോ. മതി മതി, എനിക്ക് പേടിയ ദേവ. ഇറങ്ങ് ദേവ. എടാ വാട ഇറങ്ങടാ. ബാബാ അതിൻ്റെ അകത്ത് വീണാ ഞാനെടുത്തോളൂ, ഞാൻ ഓടും കേട്ടോ. മതി മതി വേണ്ട ശ്രീകുട്ട ബാ ഇങ്ങ് ബാ. മതി മതി, ചായ കുടിക്കാൻ വാ. ചായ കുടിക്കാൻ നിൽക്കണം കേട്ടോ. പെസോളവ് രാവിലെ ഉണർന്നിട്ടുണ്ട്, സഞ്ചാരികളൊക്കെ വരുന്നുണ്ട്. ചായ എനിക്കൊരു വിത്തൗട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് വിത്താട്ടോ, വിത്തൗട്ട് ആയതുകൊണ്ട് എനിക്ക് വേഗം കിട്ടി. ഇവിടെ ഇരിയുടെ ശ്രീക്കുട്ട കൊടറാങ്ങ. ചേട്ടൻ പറഞ്ഞാൽ കേൾക്കണം, അനുസരിക്കണം. അതിൻ്റെ ഇത് ഇവിടെ ഇരുന്ന് കൂടി ചൂടാ വന്നാതെ എൻ്റെ പൊന്നെ കാസ് കിട്ടും. അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഞങ്ങളിപ്പോൾ വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാവും എപ്പോൾ പോകുന്നതാണെന്നറിയോ. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറായിട്ടുണ്ടാവില്ല വന്നിട്ട്. നമ്മൾ 6:15 ഇറങ്ങിയതാട്ടോ. വേഗം കുടിച്ചാൽ നമ്മൾ അന്വേഷിക്കും മിക്കവാറും.
ചേട്ടൻ വാ വാ പോവാം, കഴിക്കണ്ടേ, നമ്മളെ തിരക്കും. കഴിക്കാൻ പുട്ടും പഴവും. ദൈവമേ, ഓടിച്ചിട്ട് കടിക്കുന്നു. അപ്പത്തെ നേരെ വെള്ളത്തിലേക്ക് കടുക. ബാബാ പോ, ശ്രീകുട്ടി വാടാ. അത് പോട്ടെ, ഇനി വരാം, നമുക്ക് ഉച്ച കഴിഞ്ഞ് വരാം. അതാകുമ്പോൾ ചൂണ്ടയിട്ട് വരാം, അത് അമ്മാമ്മേനെയും കൊണ്ട് വരാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ എക്സ്പ്ലോറിൽ നിന്ന്. യെസ്, ടാറ്റ എക്സ്പ്ലോർ. ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ നിന്ന് 10 മിനിറ്റ് നടന്നാൽ മതി. ഇനിയും വരാം. ഇവന്മാർക്ക് ക്ലാസ്സില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് രാവിലെ പോകുന്നത്. പിന്നെ അതങ്ങനെ ഒടിഞ്ഞും പോയി കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. എൻ്റെ പൊന്ന് ശ്രീക്കോട്ട വേണ്ട. നമ്മുടെ വീട്ടിൽ ഒരെണ്ണം ഇരിപ്പുണ്ടല്ലോ. അതെന്താ? ഓ, കറങ്ങുന്ന സംഭവം അല്ല. ഓക്കെ, പിടിയിടാ. ഓക്കെ, ഓക്കെ മതി. താങ്ക് യു. എനിക്ക് വേണ്ട, എനിക്ക് പേടിയാ. ശ്രീകുട്ടിനേക്കാൾ നന്നായിട്ട് എറിഞ്ഞത് ദേവനാ. നല്ല വെയിൽ വരുന്നു തുടങ്ങി കേട്ടോ. അവിടെ പുനലൂര് ബസ്. എടാ ഇവ രണ്ടും കൂടെ വെള്ളത്തിൽ കിടക്കരുത്. വെള്ളത്തിൽ കിടക്കൂടാ, ഇങ്ങ് വാടാ. ചെരുപ്പിടാൻ എനിക്ക് വയ്യിച്ചിരിക്കാൻ. നടക്കണം നടക്കൂട്. വീട്ടിൽ ചെല്ലുമ്പോ പുട്ട് തിന്നാനുള്ളതാ, പഴവും കൂട്ടി. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ, പാവം കൊച്ച്. എടാ, രണ്ടുപേരും വീഴരുത് കേട്ടോ. എന്താ അപൂർവ കാഴ്ച കേട്ടോ. നീ അവന്റെ നിക്കറ് നനച്ചില്ലേ? ഇതെപ്പോഴാ നനഞ്ഞേ? അവനെ കുട്ടാമ്പറം കയറ്റിയില്ലേ? ഇതില് പോണോ എന്തിനാടാ? അത് നമ്മുടെ തെക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതിലാണ് ഇറങ്ങി പോകുന്നേ. തെക്കൂടെ പോയിട്ട് പോകും. തെക്ക് അവര് വരുമ്പോ അവരൊപ്പം കയറി ഇപ്പൊ തെക്ക് പോയിട്ട് തെക്ക് പോവാം. ഇറങ്ങ
അയ്യോ യാരത് നല്ല ഭംഗിയായിട്ട് എനിക്കറിഞ്ഞൂടാ. ചാടി നോക്കിയാലോ? ചാടി നോക്കിയ റിസോർട്ട്, ലേക്ക് റിസോർട്ട്. ഞാൻ എൻ്റെ നിക്കറ് നനച്ചപ്പോ നിന്റെ പുറം നനച്ചു. ഇതിലാണോ പോന്നേ? നടക്കുന്നതല്ലാടാ എല്ലാ ദിവസവും. 8 മണി കഴിഞ്ഞാണ് ഈ വഴി കയറി കേട്ടോ. ഇത് നമ്മുടെ ആദർശിന്റെ വീടിന്റെ അടുത്തെത്തൂ. ഇല്ലടാ. ആ അറിയാം. നമ്മുടെ അവരുടെ വീടിന്റെ കുറച്ച് ഇപ്പറേ. വീടില്ല, അങ്ങോട്ട് വീടില്ലേ. വീണാലും കുഴപ്പമില്ല, താഴ്ചയില്ല. ഇല്ല, ഇതൊക്കെ വെള്ളം കയറി കേട്ടോ. ഇതൊക്കെ വെള്ളം കയറി. ഓ ഇതെങ്ങോട്ടാ പോന്നെ? ഏതൊക്കെയോ വഴി കൂടെ ഉമ്മാരെന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാ ഇതിലേക്ക് വരുന്നത്. എടേ വീട്ടിലെത്തുവോ? ഇവിടെ വെള്ളമില്ലെന്ന് പറഞ്ഞിട്ട് നിറച്ചും വെള്ളമാണല്ലോ അവിടെ. വെള്ളത്തിന് നല്ല തണുപ്പ് കേട്ടോ. ഓഹോ വെള്ളക്കാ? നമ്മുടെ അവിടെ ഇതിനെ മച്ചിങ്ങാന്ന് പറയും, ഇവിടെ വെള്ളക്കാന്ന് പറയും. ഒരു വീടിന് തറ വലിച്ചിട്ട് എല്ലായിടത്തും വെള്ളമായിരിക്കും. 4 എല്ലാ റൂമിലും. പിടിച്ചിട്ടേക്കുന്നല്ലടാ, അത് വെള്ളം കയറിയേക്കുന്ന. അങ്ങനെ പിടിച്ചിടോ തറ വലിച്ചിട്ട്. കണ്ട് വഴി കണ്ട്. നമ്മൾ റോഡ് കാണുന്നുണ്ട് കേട്ടോ അങ്ങ് അവിടെ. പാമ്പുണ്ടോ? നീ എന്നാ പേടിക്കണ്ട, നീ ഫ്രണ്ടിൽ നടന്നു. ഞാൻ പേടിച്ചില്ല, ശ്രദ്ധിച്ചില്ലടാ നീ അയ്യോ വെച്ചത്. നമ്മൾ വിചാരിക്കും ഇത് തോടായിരിക്കുന്നതല്ല, ഇത് വെള്ളം കയറി കിടക്കുന്നു.
അയ്യോ പകുതി നനഞ്ഞ കേട്ടോ. അങ്ങനെ റോഡിലെത്തി. അയ്യോ മലയും കുന്നും കയറി വെള്ളവും ഒക്കെ താണ്ടി നമ്മൾ റോഡിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. അത് ഈ വഴിയാണ് നമ്മൾ വന്നത് കണ്ടോ. ഉയ്യോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ ചെയ്യണ്ടേ? കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.